ഹായ്. അപ്പോൾ നമ്മുടെ ബ്രൈറ്റ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ മക്കളും കൊണ്ട് പോരട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ ബയോളജി പഠിക്കുന്നു, ശാന്തി ടീച്ചറാണ് പഠിപ്പിക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ പഠിക്കുന്നത് എന്താ? ജനറ്റിക്സ് ആണ്. ചാപ്റ്ററിന്റെ പേര് അറിയാം, എനിക്കറിയാം, നിങ്ങൾക്കറിയാം. ഓക്കെ, അപ്പൊ നമ്മുടെ അൺട്രാവലിംഗ് ജനറ്റിക് മിസ്റ്ററീസ് എന്നുള്ള ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നു. നമ്മുടെ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 പഠിച്ചു കഴിഞ്ഞു അല്ലേ? കണ്ടില്ലേ എൻ്റെ എല്ലാ മക്കളും? എന്നിട്ട് എന്തെങ്കിലും മനസ്സിലായോ എൻ്റെ കുഞ്ഞുങ്ങൾക്ക്? ഇപ്പൊ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് ചോദിക്കണേ. ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പില് എല്ലാ ഡൗട്ടും നിങ്ങൾ ഷെയർ ചെയ്യണം കേട്ടോ. ലിങ്ക് ഇതുവരെ കിട്ടാത്തവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടപ്പുണ്ടേ. ടീച്ചർ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുവാണേ. ഓക്കെ, അപ്പോ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 കണ്ടിട്ട് മാത്രമേ ഈ ക്ലാസ് കാണാവുള്ളൂ. ടീച്ചർ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. കാരണം നമ്മൾ പഠിക്കുന്നത് എന്താ? ജനറ്റിക്സ് ആണ് പഠിക്കുന്നത് അല്ലെ? ജനറ്റിക്സ് എങ്ങനെയാണ് എൻ്റെ മക്കൾക്ക് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരുന്നു വേണ്ടല്ലോ. എൻ്റെ എല്ലാ കുഞ്ഞുങ്ങൾക്കും അറിയാം എങ്ങനെയാണ് ജനറ്റിക്സ് നമ്മൾ പഠിക്കേണ്ടത് അല്ലെ? അതുകൊണ്ട് 1, 2, 3 ടീച്ചർ നല്ല കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. 1ലും 2ലും 3ലും കുറേ കാര്യങ്ങൾ. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം കണ്ട് എൻ്റെ മക്കളെ പഠിച്ചിട്ട് ഈ 4ാമത്തെ ഭാഗം വന്നേ നമുക്ക് ഒരുമിച്ച് പഠിക്കാം കേട്ടോ. അപ്പൊ ടീച്ചർ തുടങ്ങുവാണേ ക്ലാസ്. പാർട്ട് 4 നമ്മള് പാർട്ട് 3 പഠിച്ച ഭാഗത്തിന്റെ ബാക്കിയാണ് നമ്മൾ ഈ പാർട്ട് 4 പഠിക്കുന്നത്. അപ്പൊ നമ്മൾ പാർട്ട് 3 എന്താ പഠിച്ചേ? മോണോ ഹൈബ്രിഡ് ക്രോസ് ചെയ്യാൻ പഠിച്ചു. ടീച്ചർ പഠിപ്പിച്ചില്ലേ? ജീൻ എങ്ങനെ എഴുതുന്നേ, ഗ്യാമേറ്റ് എങ്ങനെ എഴുതുന്നേ, അതൊക്കെ ടീച്ചർ പഠിപ്പിച്ചില്ലേ? എന്നിട്ട് F1 ജനറേഷൻ, ഫസ്റ്റ് ജനറേഷൻ ടീച്ചർ എങ്ങനെയാ കണ്ടുപിടിച്ചെന്നൊക്കെ എന്റെ മക്കൾക്ക് അറിയാം. എന്റെ മക്കൾ ചെയ്ത് നോക്കിയോടാ? എഴുതി നോക്കിയോ? ടീച്ചർ പറഞ്ഞായിരുന്നു ഇങ്ങനെ ഒരു പേപ്പറിനകത്തോട്ട് ചെയ്ത് നോക്കണം, ഈ ക്രോസ് ചെയ്ത് നോക്കണം കേട്ടോ. ചെയ്ത് നോക്കിയില്ലെങ്കിൽ അതൊന്നും കിട്ടുന്നില്ല. അപ്പൊ എന്റെ മക്കൾ ക്രോസ് ചെയ്ത് നോക്കണം. അപ്പൊ നമ്മൾ ആ ഒരു വീഡിയോയില് നമ്മൾ ഇതിന്റെ F1 ജനറേഷൻ വരെ കണ്ടുപിടിച്ച് നിർത്തിയേക്കുമായിരുന്നു. ഈ വീഡിയോയിലാണ് നമ്മൾ F2 ജനറേഷൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അത് കാണാതെ ഇത് കണ്ടത് കൊണ്ട് ഒട്ടും പ്രയോജനമില്ലേ. അപ്പൊ അത് കണ്ടിട്ട് ഇത് കാണാവുള്ളേ. അപ്പൊ എന്തുവാ? F2 ജനറേഷൻ എന്റെ മക്കളും ഞാനും കൂടി ഇവിടെ നമ്മുടെ ഗവൺമെന്റിൽ എങ്ങനെയാണ് F2 ജനറേഷൻ കണ്ടുപിടിച്ചത് നമ്മൾ നോക്കാൻ പോവാണ് കേട്ടോ. അപ്പോ ബന്ധേ നമുക്ക് പഠിക്കാം F2 ജനറേഷൻ. അപ്പോഴേ നമ്മൾ പറഞ്ഞു F1 ജനറേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നീളമുള്ള ചെടിയും നീളം കുറഞ്ഞ ചെടിയും എടുത്തു അല്ലെ? എന്നിട്ട് നടത്തിയ പോളിനേഷൻ ഏതാ? ക്രോസ് പോളിനേഷൻ അല്ലേ? ആണ്. പക്ഷേ F2 ജനറേഷൻ കണ്ടുപിടിക്കാൻ പുള്ളിക്കാരൻ എന്താ ചെയ്തെന്ന് വെച്ചാല്, നമ്മുടെ ഈ F1 ജനറേഷനിൽ കിട്ടിയ പ്ലാന്റ്സ് ഉണ്ടല്ലോ, നീളമുള്ള ചെടികള്, ടോൾ പ്ലാന്റ്സ്, ആ ടോൾ പ്ലാന്റ്സിൽ എന്ത് ചെയ്തു? സെൽഫിംഗ് നടത്തി, സെൽഫ് പോളിനേഷൻ നടത്തി. അതായത് F1-നെ F1 കൊണ്ട് തന്നെ ക്രോസ് ചെയ്യുന്നു. F2-നെ നമുക്ക് എങ്ങനെ കിട്ടാം? F1 ക്രോസ് F1 നമുക്ക് എന്ത് കിട്ടും? F2 ജനറേഷൻ കിട്ടും മക്കളെ. അപ്പൊ F1-ന് എന്തുവാടാ കിട്ടിയത്? F1-ന് കിട്ടിയ എന്തുവാ? ഒന്ന് പറഞ്ഞേ. F1-ന് കിട്ടിയത് എന്തുവാ? F1-ല് നമുക്ക് കിട്ടിയത് എല്ലാം എന്തായിരുന്നു? ക്യാപിറ്റൽ T സ്മോൾ t എന്ന ടോൾ പ്ലാന്റ് ആണ് നമുക്ക് കിട്ടിയത് അല്ലേ? അപ്പൊ ക്യാപിറ്റൽ T സ്മോൾ t എന്ന ടോൾ പ്ലാന്റ് ആണ് നമുക്ക് F1 കിട്ടിയത്. അപ്പൊ ഇനി F2 ജനറേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ആ F1-നെ നമ്മൾ എന്ത് ചെയ്യണം? സെൽഫിംഗ്. ടീച്ചർ ഇങ്ങനെ എഴുതുന്ന F ആണ് കേട്ടോ, ഇത് F ആണേ. അപ്പൊ എന്താണ്? അപ്പൊ F1-നെ എന്ത് ചെയ്യണം? സെൽഫിംഗ് ചെയ്യണം, സെൽഫ് പോളിനേഷൻ ചെയ്യണം. F1-നെ സെൽഫ് പോളിനേഷൻ ചെയ്യണം. ഓക്കെ, അപ്പൊ സെൽഫിംഗ് നടത്തണം. F1-നെ എന്ത് ചെയ്യണം? സെൽഫിംഗ് നടത്തണം. സെൽഫിംഗ് നടത്തണം. അപ്പൊ F1-നെ F1 കൊണ്ട് തന്നെ ക്രോസ് ചെയ്യുന്നു, സെൽഫ് പോളിനേഷൻ നടത്തുന്നു. എന്താണ് സെൽഫ് പോളിനേഷൻ എന്ന് പറഞ്ഞാൽ എന്റെ മക്കളെ ഒന്ന് പറഞ്ഞോളാം. സെൽഫ് പോളിനേഷൻ ഒരേ പൂവിലെ ഒരേ ഫ്ലവറിലെ ആന്തറിൽ നിന്നും അതേ ഫ്ലവറിന്റെ സ്റ്റിഗ്മയിലേക്ക് പോളൻ ഗ്രെയിൻസ് ട്രാൻസ്ഫർ ചെയ്യുന്ന നമ്മൾ അതിനെ സെൽഫ് പോളിനേഷൻ എന്ന് വിളിക്കും. ഒരു പൂവിനകത്ത് തന്നെ അല്ലെ? ഒരു പൂവിനകത്തെ ആന്തറിൽ നിന്നും അതേ പൂവിന്റെ എങ്ങോട്ട്? നമ്മുടെ സ്റ്റിഗ്മയിലേക്ക് എന്ത് ട്രാൻസ്ഫർ ചെയ്യുന്നു? പോളൻ ഗ്രെയിൻസ് ട്രാൻസ്ഫർ ചെയ്താൽ നമ്മൾ സെൽഫ് പോളിനേഷൻ. അപ്പൊ എന്താണ് സെൽഫ് പോളിനേഷൻ എന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ ആ സെൽഫ് പോളിനേഷൻ ആണ് നമ്മുടെ ഗവൺമെന്റിൽ F2 ജനറേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് F1 ക്രോസ് F1 ചെയ്ത് നോക്കാം. ഇവിടെ നോക്കിക്കോ. അപ്പൊ F1-ൽ കിട്ടിയത് ക്യാപിറ്റൽ T സ്മോൾ t ക്രോസ്. ടീച്ചർ എന്താ എഴുതണേ? വീണ്ടും എഴുതുന്നു ക്യാപിറ്റൽ T സ്മോൾ t. അപ്പൊ ക്യാപിറ്റൽ T സ്മോൾ t ക്രോസ് ക്യാപിറ്റൽ T സ്മോൾ t. ഓക്കെ, ഇനി ഇവിടെ ഗാമേറ്റ് ഫോം ചെയ്യണം. നേരത്തെ ടീച്ചർ F1 ജനറേഷൻ കണ്ടുപിടിക്കാൻ നേരത്ത് ഗാമേറ്റ് ഫോം ചെയ്ത നേരത്ത് ടീച്ചർ പറഞ്ഞിരുന്നു 2 അല്ലീലുകളും സെയിം ആയതുകൊണ്ട് എന്റെ മക്കള് ഒറ്റവട്ടം വരച്ചിട്ട് ഒരക്ഷരം എഴുതിയാൽ മതി എന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ ആ കണ്ടീഷൻ നമ്മൾ ഹോമോസൈഗസ് എന്ന് വിളിച്ചിട്ട് പറഞ്ഞു. ഓക്കെ,
ഇവിടെ നോക്കിക്കേ, ക്യാപിറ്റൽ ടി സ്മോൾ ടി, ജീനിന്റെ പേരാ ക്യാപിറ്റൽ ടി സ്മോൾ ടി. ജീൻ ഏതാ? ക്യാപിറ്റൽ ടി സ്മോൾ ടി. രണ്ടല്ലിലും ഡിഫറന്റ് അല്ലേടാ. നോക്കിക്കേ, രണ്ടല്ലിലും ഡിഫറന്റ് ആണ്. അങ്ങനെയുള്ള രണ്ട് ഡിഫറന്റ് അല്ലീല് ഉള്ള കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് ഹെറ്ററോസൈഗസ് കണ്ടീഷൻ. എന്താ വിളിക്കുന്നത്? ഹെറ്ററോസൈഗസ്. നോക്ക്, ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണോ? ആണ്, ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണല്ലോ. അപ്പൊ എന്തുവാ? ഹെറ്ററോസൈഗസ് കണ്ടീഷൻ. രണ്ടല്ലിലും ഡിഫറന്റ് ആണ്. കണ്ടീഷന്റെ പേര് പറ. കണ്ടീഷന്റെ പേര് ഹെറ്ററോസൈഗസ് കണ്ടീഷൻ. ഓക്കെ, അപ്പൊ ഈ ഹെറ്ററോസൈഗസ് കണ്ടീഷൻ ആണ്. അതുകൊണ്ട് അപ്പൊ ഹെറ്ററോസൈഗസ് ഹോമോസൈഗസ് കണ്ടീഷൻ ആയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഒരു വട്ടം വരച്ചു. രണ്ടക്ഷരവും ഒന്നാണെങ്കിൽ ഒരു വട്ടം വരച്ചാൽ മതിയെന്ന് ടീച്ചർ പറഞ്ഞു. ഇവിടെ നോക്ക്, രണ്ടക്ഷരവും വ്യത്യസ്തമല്ലേ, ഡിഫറന്റ് അല്ലേ? അതായത് ഒരു ക്യാപിറ്റൽ ടിയും ഒരു സ്മോൾ ടിയും ഹെറ്ററോസൈഗസ് കണ്ടീഷൻ ആണ്. രണ്ട് അലീലുകളും ഡിഫറന്റ് ആണ്. അപ്പൊ രണ്ട് അലീലും ഡിഫറന്റ് ആണെങ്കിൽ എന്റെ മക്കൾ എന്ത് ചെയ്യണം അറിയാമോ? രണ്ട് വട്ടം വരയ്ക്കണോടാ. രണ്ടല്ലിലും ഡിഫറന്റ് ആണെങ്കിൽ എന്റെ മക്കൾ എത്ര വട്ടം വരയ്ക്കണം? രണ്ട് വട്ടം വരയ്ക്കണം. എന്നിട്ട് ഓരോ അല്ലിയിലും എടുത്ത് ഓരോ വട്ടത്തിനകത്തോട് എഴുതണം. ഇതിനെക്കാട്ട് സിമ്പിളായിട്ട് പറയാൻ പറ്റുന്നത് കേട്ടോ. നോക്കണേ, ക്യാപിറ്റൽ ടി സ്മോൾ ടി അല്ലെ? അപ്പൊ രണ്ട് അലീലുകളാണ്, രണ്ട് അലീലും ഡിഫറന്റ് ആണ്. അപ്പൊ ഈ രണ്ടല്ലിയിലും ഡിഫറന്റ് ആണെങ്കിൽ, അതായത് രണ്ടക്ഷരമാണെങ്കിൽ രണ്ട് വട്ടം വരയ്ക്കണം. ഓരോ വട്ടത്തിനകത്തും ഓരോ അല്ലിയിലെടുത്ത് എഴുതണം. ഇവിടെയും നോക്കിക്കേ പിന്നെ എന്തുവാടാ? നോക്ക്, ഇവിടെയും എന്തുവാ? രണ്ടല്ലിയിലും ഡിഫറന്റ് അല്ലേ? രണ്ടല്ലിയിലും ഡിഫറന്റ് ആണല്ലോ. അപ്പൊ നമുക്ക് എത്ര വട്ടം വരയ്ക്കാം? രണ്ട് വട്ടം വരയ്ക്കാം. രണ്ട് വട്ടം വരയ്ക്കണ്ടേ? കാരണം രണ്ടല്ലിയിലും വേറെ വേറെയാണ്. ആദ്യത്തേനകത്ത് രണ്ടല്ലിയിലും വേറെ വേറെ ആയതുകൊണ്ടല്ലേ നമ്മൾ രണ്ട് വട്ടം വരച്ചത്. ഇവിടെ രണ്ടല്ലിയിലും വേറെ വേറെ ആയതുകൊണ്ട് രണ്ട് വട്ടം വരയ്ക്കുന്നു. ഓരോ അല്ലിയിലും ഓരോ വട്ടത്തിലേക്ക് എഴുതുന്നു. ഓരോ അല്ലിയിലും ഓരോ വട്ടത്തിലേക്ക് എഴുതുന്നു. ഓക്കെ ആണേ? ഇനി അതവിടെ നിൽക്കട്ടെ. നിങ്ങൾ ഇങ്ങനെ ആയിരുന്നു വന്നതെങ്കിൽ എത്ര വട്ടം വരയ്ക്കണം? ഒന്ന് പറഞ്ഞേ. ഒറ്റ വട്ടം വരച്ചിട്ട് ഒറ്റ അക്ഷരം. ഇനി ഇങ്ങനെയാ വന്നതെങ്കിൽ എന്ത് ചെയ്യണം? ഒറ്റ വട്ടം വരയ്ക്കണം, ആ വട്ടത്തിനകത്ത് ഒരക്ഷരം. ഇനി ഇങ്ങനെയാ വന്നതെങ്കിൽ രണ്ടും ഡിഫറന്റ് അല്ലിയിലാണ്, ക്യാപിറ്റൽ ടി സ്മോൾ ടി. രണ്ട് വട്ടം വരയ്ക്കണം, ഓരോ വട്ടത്തിനകത്തും ഓരോ അക്ഷരം. മനസ്സിലായില്ലേ? ഇനി ഇങ്ങനെയാ വന്നതെങ്കിൽ എങ്ങനെ എഴുതണം? രണ്ട് വട്ടം വരയ്ക്കണം, രണ്ടും ഡിഫറന്റ് അല്ലിയിലായതുകൊണ്ട് രണ്ട് വട്ടം വരയ്ക്കണം, ഓരോ വട്ടത്തിലും ഓരോ അക്ഷരം. അപ്പൊ എങ്ങനെയാണ് ഇവിടെ ഗ്യാമേറ്റ് എഴുതിയതെന്ന് എന്റെ മക്കൾക്ക് മനസ്സിലായേ? അപ്പൊ ഇവിടെയും ഗ്യാമേറ്റ് ഫോർമേഷൻ നടന്നു. ഓക്കെ, ഗ്യാമേറ്റ് ഫോർമേഷൻ കഴിഞ്ഞേ. അപ്പൊ ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന രണ്ട് ഗ്യാമേറ്റുകൾ രണ്ട് പേരൻസിലും ഉണ്ട്. ഓക്കെ, അപ്പൊ ക്യാപിറ്റൽ ടി സ്മോൾ ടി ഇവിടെയും ക്യാപിറ്റൽ ടി സ്മോൾ ടി. അപ്പൊ ഇവിടെയും ക്രോസ് ചെയ്തു. ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്രോസ് ചെയ്തു മക്കളെ. ക്യാപിറ്റൽ ടി സ്മോൾ ടി. അപ്പൊ ഈ ക്യാപിറ്റൽ ടിയെയും ഈ ക്യാപിറ്റൽ ടിയെയും തമ്മിൽ ക്രോസ് ചെയ്തു. അപ്പം നമ്മൾ ആദ്യം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇതിന് നമ്മളങ്ങ് കോമൺ എടുക്കണം. ഇവിടുത്തെ ഈ ഒരു ടിയെ നമ്മളങ്ങ് കോമൺ എടുത്തു. ആദ്യം കിടക്കുന്ന കോമൺ എടുത്തിട്ട് അതിനെ കൊണ്ട് നമ്മൾ ഇതിനെയും ക്രോസ് ചെയ്യുന്നു, അതിനെ കൊണ്ട് തന്നെ നമ്മൾ ഇതിനെയും ക്രോസ് ചെയ്യുന്നു. മനസ്സിലായോ? ആദ്യം ഈ കിടക്കുന്ന ഈ ക്യാപിറ്റൽ ടിയെ നമ്മളങ്ങ് കോമൺ എടുത്തു. എന്നിട്ട് അതിനെ കൊണ്ട് നമ്മൾ ഇതിനെ ക്രോസ് ചെയ്തു. ഇവിടെ ഒരു ക്രോസ് ഉണ്ട്, അതിനെ കൊണ്ട് ഇവിടെ ക്രോസ് ചെയ്തു, ഇതിനെ കൊണ്ട് അതിനെ ക്രോസ് ചെയ്തു. അപ്പൊ ഇതിനെ കൊണ്ട് ഇതിനെ ക്രോസ് ചെയ്തപ്പം ടീച്ചറിന് കിട്ടിയത് അല്ല, ഗ്രിഗർ മെന്റലിന് കിട്ടിയത് ക്യാപിറ്റൽ ടി ആയിരുന്നു അല്ലേ? ആണ്. ഇനി ഇതിനെ കൊണ്ട് ഇതിനെ ക്രോസ് ചെയ്തപ്പം ഗ്രിഗർ മെന്റലിന് കിട്ടിയത് ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ കഥ കഴിഞ്ഞു. ഇനി നോക്കിക്കേ, ഇതിനെ കൊണ്ട് ഇതിനെയും ക്രോസ് ചെയ്തു, ഇതിനെ കൊണ്ട് ഇതിനെയും ക്രോസ് ചെയ്യുന്നു. അപ്പൊ ഇതിനെ കൊണ്ട് ഇതിനെ ക്രോസ് ചെയ്തപ്പം ഗ്രിഗർ മെന്റലിന് കിട്ടിയത് വീണ്ടും ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ്. ഇതിനെ കൊണ്ട് ഇത് ക്രോസ് ചെയ്യുമ്പോൾ ഗവൺമെന്റിന് കിട്ടുന്ന എന്തുവാ? സ്മോൾ ടി. അപ്പൊ എന്റെ മക്കൾക്ക് ഇവിടെ ഒരു ഡൗട്ട് വരാം അല്ലെ? അതായത് ടീച്ചറെ, സ്മോൾ ടി ക്യാപിറ്റൽ ടി എന്താ എഴുതിക്കൂടെ? എഴുതാം. പക്ഷേ നമ്മൾ എപ്പോഴും ഡൊമിനന്റിനെ ആദ്യം എഴുതേണ്ടത്. മനസ്സിലായോ? അതുകൊണ്ട് നമ്മൾ അതിനെ ക്യാപിറ്റൽ ടി സ്മോൾ ടി നമ്മൾ അങ്ങ് അറേഞ്ച് ചെയ്ത് എഴുതി. ഓക്കെ, അപ്പൊ ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ 4 ഇൻഡിവിജ്വൽസിനെ കിട്ടി. നോക്കിക്കേ, കണ്ടോ? ഒരു ഇതിനെ തമ്മിൽ. അപ്പൊ ടീച്ചർ ഇത് ഒന്നുകൂടെ കാണിക്കുക, നോക്കിക്കോണം. ഇത് ഒന്നും കൂടെ കാണിച്ചു തരാം. ഓക്കെ, ശ്രദ്ധിച്ചോണേ. നേരത്തെ അതായത് ക്യാപിറ്റൽ ടി സ്മോൾ ടി ജീനാണ്. ക്യാപിറ്റൽ ടി സ്മോൾ ടി ജീനാണ്. അപ്പൊ ഈ ഒരു ജീനിന്റെ രണ്ട് അലീലുകളും ഡിഫറന്റ് ആയതുകൊണ്ട് രണ്ട് വട്ടം വരയ്ക്കുന്നു. ഓരോ അലീലും ഓരോ വട്ടത്തിൽ എഴുതി. ഈ ജീനിന്റെയും രണ്ട് അലീലുകളും ഡിഫറന്റ് ആയതുകൊണ്ട് രണ്ട് വട്ടം വരയ്ക്കുന്നു. ഓരോ അലീലും ഓരോ വട്ടത്തിൽ എഴുതി. ഓക്കെ, ഇനി ക്രോസ് ചെയ്യണം. ആദ്യം വേണ്ട ഈ ടിയെ ഞാൻ കോമൺ ആയിട്ട് എടുത്തു. ഈ ടിയെ കൊണ്ട് ഇതിനെയും ക്രോസ് ചെയ്തു, ഈ ടിയെ കൊണ്ട് ഇതിനെയും ക്രോസ് ചെയ്തു.
അപ്പൊ ഇവിടെ ക്രോസ് ചെയ്തപ്പോൾ ക്യാപിറ്റൽ ടി എന്ന് കിട്ടി, ഇവിടെ ക്രോസ് ചെയ്തപ്പോൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് കിട്ടി. ഇനി ഈ ടിയെ ഞാൻ കോമൺ എടുത്തു, ഈ ടിയെ കൊണ്ട് ഇതിനെയും ക്രോസ് ചെയ്തു, ഈ ടിയെ കൊണ്ട് ഇതിനെയും ക്രോസ് ചെയ്തു. അപ്പൊ ഇവിടെയും ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് കിട്ടി, ഇവിടെ സ്മോൾ ടി എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഓക്കെ ആയി. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ഫീനോടൈപ്പ് എഴുതണം, ഇതിന്റെ എക്സ്റ്റേണൽ ക്യാരക്ടർ നിങ്ങൾ പറയണം, ഞാൻ എഴുതും. ഓക്കെ, നോക്കുക, ഇവിടെ രണ്ടും ക്യാപിറ്റൽ ടി ആണ്, രണ്ട് അലീലുകളും എന്താണ്, ക്യാപിറ്റൽ ടി ആണ്. അപ്പൊ രണ്ട് അലീലും ക്യാപിറ്റൽ ടി ആണെങ്കിൽ അവിടുത്തെ ഫീനോടൈപ്പ് ഏതായിരിക്കും? ക്യാപിറ്റൽ ടി ഏത് ട്രെയിറ്റിനെയാ മക്കളെ ഡിനോട്ട് ചെയ്യുന്നത്? ക്യാപിറ്റൽ ടി ഏത് ട്രെയിറ്റിനെയാ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞടാ, ടോളിനെയാണ്. അതുകൊണ്ട് ഇവിടെ എന്താണ്, ടോളാണ്. അപ്പൊ അടുത്ത് നോക്കിയേ, ക്യാപിറ്റൽ ടി സ്മോൾ ടി അല്ലെ, നോക്ക, ടോളിനെ ഡിനോട്ട് ചെയ്യുന്ന അലീലും ഉണ്ട്, ഡ്വാർഫിനെ ഡിനോട്ട് ചെയ്യുന്ന അലീലും ഉണ്ട്. അപ്പൊ അവര് രണ്ടുപേരും ഒരുമിച്ച് നിന്നാല്, ടോളിനെ ഡിനോട്ട് ചെയ്യുന്ന അലീലും ഡ്വാർഫിനെ ഡിനോട്ട് ചെയ്യുന്ന അലീലും കൂടെ ഒരുമിച്ച് നിന്നാല് ആരുടെ സ്വഭാവമേ പുറത്ത് കാണിക്കത്തോള്? ടോളിന്റെ സ്വഭാവം. അപ്പൊ ഇവരും എന്തായിരിക്കും, ടോളാണ് അല്ലെ. നോക്കിക്കേ, അടുത്ത വീണ്ടും ക്യാപിറ്റൽ ടി സ്മോൾ ടി. അപ്പൊ ഇവിടെ ടോളിനെ ഡിനോട്ട് ചെയ്യുന്ന അലീലുണ്ട്, ഡ്വാർഫിനെ ഡിനോട്ട് ചെയ്യുന്ന അലീലുണ്ട്. രണ്ടുപേരും ഒരുമിച്ച് വന്നാൽ ആരുടെ സ്വഭാവം എക്സ്പ്രസ് ചെയ്യും? ടോളന്റെ സ്വഭാവം എക്സ്പ്രസ് ചെയ്യും. അപ്പൊ ഇവിടെയും ഏതാണ്, ടോളാണ്. ഓക്കെ, അടുത്ത നോക്കുക, എന്താ, ടി ടി. ഏത് ടി ടി? സ്മോൾ ടി അല്ലെ. അപ്പൊ സ്മോൾ ടി എന്തിനെയാണ്, ഏത് ക്യാരക്ടറിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഡ്വാർഫിനെ അല്ലേ. ഇവിടെ അടിച്ചമർത്താൻ വരാൻ ഇവിടെ ക്യാപിറ്റൽ ടി ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ആരുടെ സ്വഭാവം കാണിക്കും? ഡ്വാർഫ് അതിന്റെ സ്വഭാവം കാണിക്കും. മനസ്സിലായില്ലേ? അപ്പൊ ഈ കിട്ടിയതിനെയാണ് നമ്മൾ F2 ജനറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മനസ്സിലായേ? അപ്പൊ F1 എന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ് കിട്ടിയത്. ആ F1-നെ സെൽഫ് പോളിനേഷൻ നടത്തുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? F2 ജനറേഷൻ കിട്ടും. അപ്പൊ ആ ക്യാപിറ്റൽ ടി സ്മോൾ ടി എഴുതി ഗ്യാമേറ്റ് ഫോം ചെയ്യുന്നതൊക്കെ നമ്മൾ മനസ്സിലാക്കി, ക്രോസും നമ്മൾ ചെയ്തു. അപ്പൊ ആദ്യം ഇതിനെ കോമൺ എടുത്ത് ഇതിനെയും ചെയ്യുന്നു, പിന്നെ ഇതിനെ കോമൺ എടുത്ത് ഇതിനെയും ചെയ്യുന്നു. അപ്പൊ നമുക്ക് 3 ടോളും, അപ്പൊ 1 2 3, ഇവിടുത്തെ ടോളിന്റെ എണ്ണം എത്ര? ടോളിന്റെ എണ്ണം എത്ര? 3 എണ്ണം. ഡ്വാർഫിന്റെ എണ്ണം എത്ര നോക്കിക്കേ, ഡ്വാർഫിന്റെ എണ്ണം ഒരെണ്ണം. ടോൾ എത്ര ഉണ്ട്? 3 എണ്ണം. ഡ്വാർഫ് എത്ര ഉണ്ട്? ഒരെണ്ണം ഉണ്ട് അല്ലെ. അപ്പൊ ടോളിന്റെ ഫ്രീക്വൻസി എത്ര? 3/4 ആണ്. ഡ്വാർഫിന്റെ ഫ്രീക്വൻസി എത്ര? 1/4 ആണ്. അപ്പൊ നമുക്ക് ഇവിടുത്തെ ഫീനോടിപ്പിക് റേഷ്യോ, ഫീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? പുറത്ത് കാണുന്ന ക്യാരക്ടർ അല്ലേ. ഫീനോടിപ്പിക് റേഷ്യോ നമുക്ക് എത്ര എഴുതാം? 3:1. 3 tall is to 1 dwarf ആണെന്ന് നമുക്ക് പറയാം അല്ലെ. 3 tall is to 1 dwarf ആണ്. 3:1 ആണ് ഇവിടുത്തെ എന്ത്? ഫീനോടിപ്പിക് റേഷ്യോ. 3:1 ആണ് ഇവിടുത്തെ എന്ത്? ഫീനോടിപ്പിക് റേഷ്യോ. ഓക്കെ, അപ്പൊ ഫീനോടിപ്പിക് റേഷ്യോ എത്രയാണ് മനസ്സിലായല്ലോ? മനസ്സിലായി. ഇനി നമുക്ക് ഇതിന്റെ ജീനോടിപ്പിക് റേഷ്യോ ഒന്ന് കണ്ടുപിടിച്ചാലോ? ജീനോടിപ്പിക് റേഷ്യോ കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ ജീനോടിപ്പിക് റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടി ടീച്ചറിനെ നിങ്ങൾ സഹായിക്കുമല്ലോ. എന്റെ മക്കളെ സഹായിക്കുമെന്ന് ടീച്ചറിന് അറിയാണ്ട. ക്യാപിറ്റൽ ടി ഇവിടെ എത്ര എണ്ണം ഉണ്ടാ? ഒരെണ്ണം അല്ലെ. ക്യാപിറ്റൽ ടി സ്മോൾ ടി എത്ര എണ്ണം ഉണ്ട് ചക്കരെ? 1 2 2 സ്മോൾ ടി എത്ര ഉണ്ട് ചക്കരെ? ഒറ്റൊരെണ്ണം ദേ കിടക്കുന്നത്. അപ്പൊ നമുക്കിത് ജീനോടിപ്പിക് റേഷ്യോ എഴുതിയാലോ? ജീനോടിപ്പിക് റേഷ്യോ എത്ര വരും? 1:2:1 എന്ന് വരും. 1:2:1. അപ്പൊ ഫീനോടിപ്പിക് റേഷ്യോ എത്ര? F2 ജനറേഷന്റെ മോണോഹൈബ്രിഡ് ക്രോസിന്റെ F2 ജനറേഷന്റെ ഫീനോടിപ്പിക് റേഷ്യോ 3:1 ആണ്. മോണോഹൈബ്രിഡ് ക്രോസിന്റെ F2 ജനറേഷന്റെ ജീനോടിപ്പിക് റേഷ്യോ 1:2:1 ആണ്. അപ്പൊ നമ്മളിവിടെ എന്താ ഇപ്പൊ ചെയ്തേ? നമ്മുടെ ഗ്രിഗർ മെന്റലിന്റെ മോണോഹൈബ്രിഡ് ക്രോസിന്റെ F2 ജനറേഷൻ കണ്ടുപിടിച്ചതാ. മനസ്സിലായോ എങ്ങനെയാ F2 ജനറേഷൻ കണ്ടുപിടിക്കണ്ടേന്ന്? F1 ജനറേഷൻ കണ്ടുപിടിക്കാൻ ഞാൻ കുറെ ഹോംവർക്ക് ഒക്കെ തന്നായിരുന്നു. എന്തിന്റെ? കുറെ ക്യാരക്ടർ ഒക്കെ ടീച്ചർ കഴിഞ്ഞ പാർട്ടിൽ ഹോംവർക്ക് ഒക്കെ തന്നായിരുന്നു. അതൊക്കെ ചെയ്തായിരുന്നോ? അപ്പോ ഇതിനകത്ത് ടീച്ചർ വേണ്ടി ഇതും ഇനി ഹോംവർക്ക് തരും കേട്ടോ. തരാം, വെയിറ്റ് ചെയ്യും. അപ്പൊ ഇത്രയും കാര്യം മനസ്സിലായേ? അപ്പൊ ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കഥ പോലെ പറഞ്ഞായിരുന്നു. നമ്മുടെ ഗ്രിഗർ മെന്റലിൽ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തതൊക്കെ. എന്താ ചെയ്തേ? ഗ്രിഗർ മെന്റൽ 2 ചെടി എടുത്തു. ആ 2 ചെടിക്കകത്ത് ഒരെണ്ണത്തിന് മെയിലായിട്ടും ഒരെണ്ണത്തിന് ഫീമെയിലായിട്ടും കൺസിഡർ ചെയ്തു. അങ്ങനെ കൺസിഡർ ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്തു? അവിടെ ക്രോസ് പോളിനേഷൻ നടത്തിയപ്പം ഗ്രിഗർ മെന്റലിന് കിട്ടിയതെല്ലാം എങ്ങനെയുള്ള ചെടികളായിരുന്നു? നീളമുള്ള ചെടികളായിരുന്നു. ആ നീളമുള്ള ചെടി ഇനി ബാക്കി കഥയാ. ഓക്കെ, അപ്പൊ ആ നീളമുള്ള ചെടിയെ ഗ്രിഗർ മെന്റല് പിന്നെന്താ, അതായത് 1ാമത്തെ ജനറേഷനിൽ കിട്ടിയ ചെടിയെ ഗ്രിഗർ മെന്റൽ സെൽഫ് പോളിനേഷൻ ചെയ്യുന്നു. അപ്പൊ ഗ്രിഗർ മെന്റലിന് 3:1 എന്ന റേഷ്യോയില് നീളമുള്ള ചെടിയും കിട്ടി, നീളം കുറഞ്ഞ ചെടിയും കിട്ടി അല്ലെ. ഏത് റേഷ്യോയിലാണ് കിട്ടിയേ? 3:1 എന്ന റേഷ്യോയിൽ നീളമുള്ള ചെടിയും കിട്ടി, നീളം കുറഞ്ഞ ചെടിയും കിട്ടി. ഓക്കെ, അപ്പൊ നമ്മുടെ ഗ്രിഗർ മെന്റല്
അതിൽ നിന്നും എന്ത് മനസ്സിലാക്കി? ആ F1 ജനറേഷനിൽ ഹിഡൻ ആയിരുന്ന ആ ഒരു ക്യാരക്ടർ F2 ജനറേഷനിൽ വന്നപ്പോൾ എന്ത് ചെയ്തു? എക്സ്പ്രസ് ചെയ്തു അല്ലെ? F1 ജനറേഷനിൽ ഹിഡൻ ആയിരുന്ന ആ ഒരു റെസസീവ് ട്രേറ്റ് ഏത് ജനറേഷനിൽ വന്നപ്പോ? F2 ജനറേഷനിൽ വന്നപ്പോ എന്ത് ചെയ്തു മക്കളെ? എക്സ്പ്രസ് ചെയ്തെന്ന് മനസ്സിലായടാ. ഇത് ഞാൻ ടീച്ചർ പറഞ്ഞു തന്നതാ. ഇനി നോക്കിക്കോ, ദേണ്ട കിടക്കുന്ന നമ്മുടെ F2 ജനറേഷൻ കണ്ടോ? F2 ജനറേഷൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? എന്റെ മക്കൾ എന്റെ കൂടെ പറയണം. ഞാൻ ഓൾറെഡി പഠിപ്പിച്ചു. ഇങ്ങോട്ട് നോക്കണം. F1 ജനറേഷൻ കണ്ടുപിടിക്കാൻ F2 ക്രോസ് അല്ല, F2 ജനറേഷൻ കണ്ടുപിടിക്കാൻ കേട്ടാ. അപ്പൊ എന്താ? F2 ജനറേഷൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? F1 ക്രോസ് F1. F2 ജനറേഷൻ കണ്ടുപിടിക്കാൻ F1നെ നമ്മൾ എന്തുകൊണ്ട് ക്രോസ് ചെയ്യണം? F1 കൊണ്ട് തന്നെ ക്രോസ് ചെയ്യണം. അതായത് സെൽഫിങ് F1. F1 നമ്മൾ എന്ത് ചെയ്യാണ്? സെൽഫിങ് നടത്തി. എന്ത് ചെയ്തു? സെൽഫിങ് നടത്തുന്നു. നമ്മളല്ല ട്രിഗർമെന്റൽ. ഓക്കെ, അതായത് സെൽഫിങ് നടത്തിയപ്പോൾ നമ്മൾ എന്താ ചെയ്തേ? പറഞ്ഞോ. സെൽഫിങ് നടത്തിയപ്പോൾ നമ്മൾ എന്താ ചെയ്തേ? നമ്മുടെ സെൽഫിങ് ചെയ്തു F1നെ. അതാണ്ട് F1 നമുക്ക് കിട്ടിയ ക്യാപിറ്റൽ T സ്മോൾ t ആയിരുന്നു. അതിനെ നമ്മൾ ക്യാപിറ്റൽ T സ്മോൾ t കൊണ്ട് തന്നെ ക്രോസ് ചെയ്തു. അപ്പൊ രണ്ട് ഗ്യാമേറ്റ് എന്താ? കാരണം ഇവിടെ രണ്ട് ഡിഫറന്റ് അലീലാണ്. രണ്ട് ഡിഫറന്റ് അലീലായതുകൊണ്ട് രണ്ട് വട്ടം വരച്ചു. ഓരോ വട്ടത്തിലും ഓരോ അലീൽ എഴുതി. ഇവിടെയും രണ്ട് ഡിഫറന്റ് അലീലാണ്. രണ്ട് വട്ടം വരച്ചു. ഓരോ വട്ടത്തിലും ഓരോ അക്ഷരം എഴുതി. അപ്പൊ ഗ്യാമേറ്റ് ഫോം ചെയ്തു. എന്നിട്ട് ആദ്യത്തെ തന്നെ കോമൺ ആയിട്ട് എടുത്ത് ഇതിനെ ഇതുകൊണ്ടും ഇതിനെ ഇതുകൊണ്ടും ക്രോസ് ചെയ്തു. പിന്നെ അതിന് നമുക്ക് ക്യാപിറ്റൽ ടിയും ക്യാപിറ്റൽ T സ്മോൾ ടിയും കിട്ടി. ഇനി ഇവിടെയോ ഇതിനെ കോമൺ ആയിട്ട് എടുത്ത് ഇതിനെ ഇതുകൊണ്ടും ക്രോസ് ചെയ്യുന്നു. അപ്പൊ വീണ്ടും ക്യാപിറ്റൽ T സ്മോൾ ടിയും ഒക്കെ നമുക്ക് കിട്ടി. ഓക്കെ, അപ്പൊ അങ്ങനെ കിട്ടി. അപ്പൊ നമുക്ക് അവിടുത്തെ ഫീനോടൈപ്പ് നമ്മൾ നോക്കി. ഫീനോടൈപ്പ് നോക്കിയപ്പോ നോക്കിക്കടാ, എന്താ കിട്ടിയേക്കുന്നേ? ഒരാള് അടുത്ത ലാസ്റ്റ് വൺ ഡ്വാർഫ്. അതായത് 3 ടോളും 1 ഡ്വാർഫും കിട്ടി. അപ്പൊ ഇവിടുത്തെ ഫീനോടൈപ്പിക് റേഷ്യോ എത്രയാടാ? 3:1 ആണ്. ഓക്കെ, ഇനി ജീനോടൈപ്പിക് റേഷ്യോ ദാണ്ടേ ഒരെണ്ണം ക്യാപിറ്റൽ T സ്മോൾ t രണ്ടെണ്ണം താ കിടക്കുന്നു. സ്മോൾ t ഒരെണ്ണം കിടക്കുന്നു. അപ്പൊ നമുക്ക് ജീനോടൈപ്പിക് റേഷ്യോ എങ്ങനെ കിട്ടി? 1:2:1 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ. ഇനി ടീച്ചറിന്റെ ഇതിന്റെ എക്സ്പ്ലനേഷൻ ഒന്ന് പറഞ്ഞുതരാം. നോക്കിക്കോ. ക്രീഗർ മെന്റൽ ആദ്യം ക്രോസ് പോളിനേറ്റ് ചെയ്തു. എന്തിനെയൊക്കെ? ടോൾ പ്ലാന്റിനെയും ഡ്വാർഫ് പ്ലാന്റിനെയും. അപ്പൊ പുള്ളിക്കാരന് F1 ജനറേഷനിൽ കിട്ടിയത് ടോൾ പ്ലാന്റ്സ് ആയിരുന്നു. ടീച്ചർ പറഞ്ഞ കാര്യം തന്നെ എഴുതിയേക്കുന്നത്, ടീച്ചർ വായിക്കുന്നേ ഉള്ളൂ. ഓക്കെ, ഇനി പിന്നെ എന്ത് ചെയ്തു? F1 ജനറേഷനിൽ കിട്ടിയ പ്ലാന്റ്സിനെ എല്ലാം ഇദ്ദേഹം എന്ത് ചെയ്തു? സെൽഫ് പോളിനേഷൻ ചെയ്തു. അപ്പോ F2 ജനറേഷൻ ഇദ്ദേഹത്തിന് കിട്ടി. F2 ജനറേഷനിൽ ഇദ്ദേഹത്തിന് കിട്ടിയതിനകത്ത് ടോൾ പ്ലാന്റും ഉണ്ടായിരുന്നു, ഡ്വാർഫ് പ്ലാന്റും ഉണ്ടായിരുന്നു. ഏത് റേഷ്യോയിലാണ് ഉള്ളത്? ദ റേഷ്യോ ഓഫ് ടോൾ ആൻഡ് ഡ്വാർഫ് പ്ലാന്റ്സ് ഈസ് 3:1. ഏത് റേഷ്യോയിലാ? 3:1 എന്ന റേഷ്യോയിലാണ് എന്തോ കിട്ടിയത്? ടോൾ പ്ലാന്റും ഡ്വാർഫ് പ്ലാന്റും കിട്ടിയത്. അപ്പൊ നോക്കിയാല് നമ്മുടെ ക്രീഗർ മെന്റലിന് ഈ സെക്കൻഡ് ജനറേഷനിൽ മൊത്തം കിട്ടിയത് 1064 പ്ലാന്റ്സാ കിട്ടിയത്. ക്രീഗർ മെന്റൽ F1 ജനറേഷൻ കഴിഞ്ഞു. F1 ജനറേഷനിൽ സെൽഫ് പോളിനേഷൻ നടത്തി എന്ത് കിട്ടി? F2 ജനറേഷൻ കിട്ടി. അപ്പൊ ആ F2 ജനറേഷനിൽ ഇദ്ദേഹത്തിന് മൊത്തം കിട്ടിയ ചെടി എത്ര പ്ലാന്റ്സാ കിട്ടിയേ? 1064 പ്ലാന്റ്സാ കിട്ടിയേ. അതിനകത്ത് 784 എന്താണ്? ടോളാണ്. 277 എന്താണ്? ഡ്വാർഫായിരുന്നു അല്ലെ? 787 കേട്ടാ. അപ്പൊ 787 എന്താണ്? 787 എന്താണ്? നീളമുള്ളതും അതുപോലെ 277 എന്തായിരുന്നു? നീളം കുറഞ്ഞതുമായിരുന്നു. അപ്പൊ അതിൽ നിന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാലോ, ഇതിന്റെ റേഷ്യോ എന്താണ്? 3:1 ആണ്. ഓക്കെ അല്ലേ? മനസ്സിലായോ? അപ്പോ നമ്മുടെ ക്രീഗർ മെന്റലിന്റെ മോണോഹൈബ്രിഡ് റോസിന്റെ F1 ജനറേഷനെയും F2 ജനറേഷനെയും കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു. അപ്പൊ എന്റെ മക്കള്, ടീച്ചർ കഴിഞ്ഞ പാർട്ടിൽ കുറെ ഹോംവർക്ക് ചെയ്യാൻ വേണ്ടി കുറെ ക്യാരക്ടേഴ്സ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ 7 ക്യാരക്ടറിൽ 1 ക്യാരക്ടർ മാത്രമേ നമ്മൾ ചെയ്തോളൂ. ബാക്കിയുള്ള 6 ക്യാരക്ടർ കൊണ്ട് എന്റെ മക്കൾ എന്ത് ചെയ്യുക? ക്രോസ് ചെയ്ത് നോക്കുക. വീട്ടിൽ നിന്ന് ടീച്ചർ ഈ പറഞ്ഞ മെത്തേഡിൽ നിങ്ങൾ ക്രോസ് ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ടീച്ചറിനോട് ചോദിക്കണം. ടീച്ചർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ടെന്ന്. അപ്പൊ അതിനകത്ത് ജോയിൻ ചെയ്തിട്ട് വരുന്ന ഡൗട്ട് എല്ലാം ടീച്ചറിനോട് ചോദിച്ച് ക്ലിയർ ചെയ്യണം. നിങ്ങളുടെ ഡൗട്ട് കാത്ത് ടീച്ചർ വിളിപ്പുണ്ട്. ഓക്കെ, അപ്പൊ ഇന്ന് പഠിച്ച കാര്യങ്ങളെല്ലാം എൻ്റെ മക്കൾക്ക് മനസ്സിലായെന്ന് വിശ്വസിച്ചുകൊണ്ട് ടീച്ചർ പോവുകയാണെ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ ജനറ്റിക്സിന്റെ ബാക്കി ഭാഗം കൊണ്ട് ടീച്ചർ ഓടി വരാം കേട്ടോ. അപ്പൊ ബൈ.